വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ KSCR-ലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, റേഡിയോ വഴിയും മറ്റും ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും അത് പ്രവർത്തിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന രോഗങ്ങൾക്കും ശിഫയും പ്രയാസങ്ങൾക്കു പരിഹാരത്തിനും അതുപോലെ പാപമോചനത്തിനും നിമിത്തമായ ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്നും ഇത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അവർക്കൊക്കെയും അല്ലാഹു ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മെയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് നമ്മൾ തുടരേണ്ട ഭാഗം ബഹുമാന്യനായ അബ്ദുള്ള 9070 ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കൂടുതൽ സമയം ക്ലാസ് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വായക്ക് വല്ലാതെ പുണ്ണുകൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ക്ലാസ് നിർത്തേണ്ടി വരും. ഏതായാലും അല്പഭാഗം നമുക്ക് നോക്കാം. അല്ലാഹു നമുക്കൊക്കെയും ശിഫാ തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. നമസ്കാരത്തിന്റെ ഷർത്തുകൾ. നമസ്കാരത്തിന്റെ ഷർത്ത് 5 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ ഒന്നാമത്തേത് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണ്. ഇത്ര നേരവും നമ്മൾ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിരുന്നു. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാകാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരവും ഇത്ര ദിവസങ്ങളും നമ്മൾ സംസാരിച്ചത്. ഇനി നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വസാനീഹ ഐ സാനി ശുറൂത്തി സ്വലാത്തി. നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്ന് രണ്ടാമത്തേത്, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്ന് രണ്ടാമത്തേത് ത്വഹാറത്തു ബദനിൻ, ശരീരം ശുദ്ധിയാവലാണ്. ശരീരം ശുദ്ധിയാവലാണ്. വമിൻഹു, ആ ശരീരത്തിൽ പെട്ടതാണ് ദാഖിലുൽ ഫമി, വായയുടെ ഉള്ള്, വൽ അംഫി, മൂക്കിന്റെ ഉള്ള്, വൽ ഐനി, കണ്ണിന്റെ ഉള്ള്. പൊതുവെ നമ്മളുടെ ശരീരം കുളിക്കുമ്പോഴൊന്നും വായയുടെ ഉള്ളോ അല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളോ കണ്ണിന്റെ ഉള്ളോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നജസിന്റെ ബാബിൽ ശരീരം ശുദ്ധിയാവുക എന്ന് പറഞ്ഞിടത്ത് വായയുടെ ഉള്ളും മൂക്കിന്റെ ഉള്ളും കണ്ണിന്റെ ഉള്ളും ഒക്കെ ഉൾപ്പെടും എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. വ മൽബൂസിൻ, വസ്ത്രവും ധരിക്കപ്പെട്ട സാധനവും, അവൻ ധരിച്ച വസ്ത്രങ്ങളും ശുദ്ധിയാവണം. വ മൽബൂസിൻ, ധരിക്കപ്പെട്ട വസ്തുവും, വഗൈറിഹി, ധരിക്കണമെന്ന് തന്നെ ഇല്ല, മിൻകുല്ലി മഹ്മൂലിൻ ലഹു, അവനാൽ ചുമക്കപ്പെട്ട എല്ലാ വസ്തുവും, അവൻ ചുമന്നു എന്ന് പറയുന്ന എല്ലാ വസ്തുവും, ആ വസ്തുവൊക്കെ ശുദ്ധിയായിക്കൊള്ളണം. ധരിക്കണമെന്നില്ല. അവൻ ഷാളോ മറ്റോ ചുമലിട്ടാൽ മതി, അല്ലെങ്കിൽ അവൻ ചുമക്കുന്ന രൂപത്തിൽ അവന്റെ ശരീരത്തോട് ചേർന്ന് നിന്നാൽ മതി. എന്നാലും ആ വസ്ത്രവും ആ വസ്തുവും എന്ത് ചെയ്യണം? ശുദ്ധിയുള്ളതാവണം. വഇല്ലം യതഹറക ബിഹർകതിഹി, അവന്റെ ചലനം കൊണ്ട് ചലിക്കാത്ത വസ്തുവാണെങ്കിൽ പോലും അവനുമായി ബന്ധപ്പെട്ട അവന്റെ ശരീരം ചുമക്കുന്ന വസ്തുവാണോ ആ വസ്തുവും ശുദ്ധിയുള്ളതാവണം. വ മക്കാനിൻ യുസല്ലി ഫീഹി, അവൻ നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയുള്ളതാവണം. ത്വഹാറത്തു ബദനിൻ വ മൽബൂസിൻ വ മക്കാനിൻ. മലയാള ഭാഷയിൽ ഒറ്റ എളുപ്പത്തിൽ പറഞ്ഞാൽ നിസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവും ശരീരവും ശുദ്ധിയുള്ളതാവലാണ്. അൻ നജസിൻ, നജസിനെ തൊട്ട്, വൈരി മഅഫൂവിൻ അൻഹു, വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത നജസിനെ തൊട്ട് ശുദ്ധിയാവണം. വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസുകൾ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഫത്ഹുൽ മുഈനിൽ തന്നെ വരും. അപ്പോൾ നമുക്ക് പഠിക്കാം.
ഇപ്പോൾ മഅഫൂൻ അൻഹുവല്ലാത്ത നജസുകളെ തൊട്ട് ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയാവണമെന്ന രണ്ടാമത്തെ ഷർത്തിന്റെ ആമുഖമാണ്, മുഖവുരയാണ് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ഷർത്ത് നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഏതൊക്കെ? ശരീരം, വസ്ത്രം, സ്ഥലം. വസ്ത്രം തന്നെ ആവണ്ട, അവൻ ചുമന്ന വസ്തുക്കൾ. ഇനി ഏതെങ്കിലും ഒരു കയറിന്റെ തെല്ല് അവൻ പിടിച്ചിട്ടുണ്ട് എന്നാൽ പോലും അതും അവൻ ചുമന്ന വസ്തുവാണ്. ആ നിലയിൽ എന്ന് വെക്കുമ്പോൾ ഫലാ തസിഹു സ്വലാത്തു, നമസ്കാരം സ്വഹീഹാകുന്നതല്ല. മഅഹു, ആ മഅഫൂൻ അൻഹുവല്ലാത്ത നജസോടുകൂടി നിസ്കാരം സ്വഹീഹാവുകയില്ല. ഫലാ തസിഹു സ്വലാത്തു മഅഹു, നജസോടുകൂടി നിസ്കാരം സ്വഹീഹാവുകയില്ല. വലൗ നാസിയൻ, നജസുള്ളത് അവൻ മറന്നതാണെങ്കിലും ശരി. നേരത്തെ കുട്ടിയെ, മൂത്രമൊഴിച്ച കുട്ടിയെ എടുത്ത് തന്റെ ശരീരം നജസായത് ഓർമ്മയില്ലാതെ നേരെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി മൂത്രമൊഴിച്ചതും എന്റെ ശരീരത്തിൽ നജസായതുമൊക്കെ ഓർമ്മ വന്നത്. എന്നാലും മറന്നുകൊണ്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തീരുമാനിക്കരുത്. മറന്നാലും നിസ്കാരം സ്വഹീഹാകൂല. ഫലാ തസിഹു സ്വലാത്തു മഅഹു, നജസോടുകൂടി നിസ്കാരം സ്വഹീഹാകുന്നതല്ല. വലൗ നാസിയൻ, അവൻ മറന്നവനാണെങ്കിലും ശരി. ഔ ജാഹിലൻ ബി വുജൂദിഹി, അല്ലെങ്കിൽ അതുള്ളത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു നജസ് ശരീരത്തിലുള്ളത് അറിഞ്ഞിട്ടില്ല. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ കാണിച്ചു തന്നു ഇങ്ങനെ നജസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ താൻ തന്നെ കണ്ടു. ഏതാണെങ്കിലും ശരി, നജസ്സുള്ളതോടുകൂടി നിസ്കാരം സ്വഹീഹാകുന്നതല്ല. അത് മറന്നിട്ടാവട്ടെ, ഉള്ളത് അറിയാനിട്ടാവട്ടെ. ഔ ബികൗനിഹി മുബ്തിലൻ, അല്ലെങ്കിൽ ഓനിക്കറിയില്ല ഈ നജസ് നിസ്കാരത്തിലുണ്ടായാൽ നിസ്കാരം ബാത്തിലാകും എന്നോനിക്കറിയില്ല, എന്നാലും ശരി. ഔ ബികൗനിഹി, അല്ലെങ്കിൽ അവൻ നജസ് ആണെന്നതുകൊണ്ട് അറിയില്ല. മുബ്തിലൻ, ബാത്തിലാക്കുന്ന വസ്തുവാണെന്നവൻ അറിയില്ല, എന്നാലും നിസ്കാരം സ്വഹീഹാകൂല. നജസിന്റെ വിഷയത്തിൽ അല്പം ഗൗരവമാണ്. അപ്പോ നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നജസുള്ളത് മറന്നുപോയതാണ്, അല്ലെങ്കിൽ നജസുള്ളത് അറിയാനിട്ടാണ്, അല്ലെങ്കിൽ നജസ് നിസ്കാരം ബാത്തുലാക്കുന്ന കാര്യമാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഏത് കാരണം കൊണ്ടാണെങ്കിലും നജസോടുകൂടി നിസ്കാരം സ്വഹീഹാവുന്നതല്ല. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഖൗലുള്ളതിന് വേണ്ടി, അല്ലാഹു തആലയുടെ ഖൗലുള്ളതിന് വേണ്ടി. എന്താ ഖൗലു? വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രം ശുദ്ധീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധ ഖുർആനിലെ പ്രബോധനം കൽപ്പനയുമായി പരസ്യമായ രഹസ്യമായ ദഅവത്തിൽ നിന്നും പിന്മാറി പരസ്യമായി ദഅവത്തിന്റെ ആരംഭം എന്ന നിലയിൽ പുണ്യനബിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ എന്ന് തുടങ്ങിയ ആയത്താണ് ആയത്ത്. വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രം ശുദ്ധീകരിക്കണം. അപ്പോൾ ഈ ഒരായത്തിനെ മുൻനിർത്തി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു, നമസ്കാരത്തിൽ നജസ് പാടില്ല. വലി ഖബരി ശൈഖൈനി, മാത്രമല്ല ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് ഉള്ളതിന് വേണ്ടിയും, ബുഖാരി മുസ്ലിമിലും ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് കാണാവുന്നതുമാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ശരീരത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. ശരീരത്തിൽ നജസ് ഇല്ലാതെ നിസ്കരിക്കൽ നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട വാവ കെ പി എന്ന സുഹൃത്ത് എഴുതിയ സംശയം ഒന്നുകിൽ ക്ലാസിന്റെ അവസാന ഭാഗത്താവാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നൂർഫൈലി ഉസ്താദിന് ഐഡിയയിലേക്ക് PM ചെയ്യണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് അറിയിക്കുന്നു. കാരണം നമ്മളൊരു വിഷയസംബന്ധിയായ ക്ലാസ്സാണിത്, എല്ലാ വിഷയത്തിലേക്കും കടക്കുന്നതല്ല. അത്യാവശ്യമുള്ള വിഷയമാണെങ്കിൽ ഒന്നുകിൽ നൂർഫൈലി ഉസ്താദിന് PM ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസിന്റെ ലാസ്റ്റ് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ മറുപടി പറയാൻ ശ്രമിക്കാം എന്നറിയിക്കുന്നു. വലാ യദുറു മുഹാദാത്തി നജസ്, നജസ് നേരിടുന്നത് കുഴപ്പമില്ല. ലി ബദനിഹി, ശരീരത്തോട് എന്ന് പറഞ്ഞ ശരീരത്തിലോ സ്ഥലത്തൊന്നും നജസില്ല, പക്ഷെ നജസ് നേരെ മുന്നിലുണ്ട് എന്നതുകൊണ്ട് കുഴപ്പമില്ല. വലാ യദുറു മുഹാദാത്തു നജസിൻ, നജസ് നേരിടുന്നത് കറാഹത്ത് ബുദ്ധിമുട്ടാവൂല, നിസ്കാരത്തെ ബാധിക്കൂല. ലി ബദനിഹി, തന്റെ ശരീരത്തോട്. ലാക്കിൻ, എങ്കിലും തുക്റഹു, നിസ്കാരം കറാഹത്താണ്. മഅ മുഹാദാത്തിഹി, നജസ് മുന്നിടലോടുകൂടി. നജസ് നേരിടുന്നതോടൊപ്പം നിസ്കാരം കറാഹത്താണ്, എന്നാലും നിസ്കാരത്തിന്റെ സുഖത്തിനെ ബാധിക്കില്ല, നിസ്കാരം സ്വഹീഹാകും.
നിസ്കരിക്കുന്ന സ്ഥലത്ത്, ശരീരത്തിൽ, വസ്ത്രത്തിൽ നജസില്ലാതിരുന്നാൽ മതി. നജസ് നേരിട്ടു മുന്നിട്ടു എന്നതുകൊണ്ട് നിസ്കാരം സ്വഹീഹാവാതിരിക്കില്ല, എന്നാലും കറാഹത്താണ്. വലാ യദുറു മുഹാദാത്തു നജസിൻ, നജസ് മുന്നിടൽ അല്ലെങ്കിൽ നജസ് നേരിടൽ ബുദ്ധിമുട്ടില്ല ലി ബദനിഹി, തന്റെ ശരീരത്തോട്. ലാക്കിൻ എങ്കിലും തുക്റഹു, നിസ്കാരം കറാഹത്താക്കപ്പെടും മഅ മുഹാദാത്തിഹി, നജസ് മുന്നിടലോടുകൂടി. ഏതുപോലെ കസ്തിഖ്ബാലി നജസിൻ, നജസിന് മുന്നിടൽ പോലെ. ഇവന്റെ നേരെ മുന്നിൽ നജസുണ്ട്, ഇവൻ നിസ്കരിക്കുന്നതിന്റെ നേരെ മുന്നിൽ നജസുണ്ട്. ഔ മുതനജിസിൻ, അല്ലെങ്കിൽ മുതനജിസിൻ, നജസായ വസ്തു. നജസായാലും ശരി നജസായ വസ്തുവായാലും ശരി, രണ്ടായാലും കറാഹത്തുണ്ട്. വസ്സഖ്ഫു കദാലിക, ഇപ്രകാരം തന്നെയാണ് മച്ച്, അതായത് നിസ്കരിക്കുന്നതിന്റെ മുകളിലാണ് നജസ്, എന്നാലും കറാഹത്താണ്. എപ്പോൾ? ഇൻ ഖറുബ മിൻഹു, ആ മച്ചിനോട് അവൻ അടുത്തതാണെങ്കിൽ. വളരെ താഴ്ന്ന മേൽഭാഗമാണ്, അടുത്ത മേൽഭാഗമാണ്. ആ മച്ചിന്മേൽ, ആ മേൽത്തട്ടിന്മേൽ നജസ് ഉണ്ടെങ്കിലും നിസ്കാരം കറാഹത്താണ്. ഏത് നിലയിൽ? ബിഹൈസു യുഅദ്ദു മുഹാദിയൻ ലഹു ഉർഫൻ, സാധാരണയിൽ അവനോട് മുന്നിടുന്നു എന്ന് എണ്ണപ്പെടുന്ന രൂപത്തിൽ അടുത്തതാണെങ്കിൽ. അതായത് ഞാൻ നിസ്കരിക്കുന്നതിന് നേരെ മുകളിൽ നജസുണ്ട്, ഞാനുമായി അത്രയും അടുത്ത രൂപത്തിലാണ് അതുള്ളത്, എന്നിലേക്ക് മുന്നിടുന്ന രൂപത്തിലാണ് അതുള്ളത് എങ്കിലും ആ നിസ്കാരവും കറാഹത്താണ്. വസ്സഖ്ഫു കദാലിക, മച്ചും അപ്രകാരം തന്നെ. മച്ചെന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും അല്ലെ, മേൽത്തട്ട്, മേൽക്കൂര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മേൽക്കൂര എന്നൊക്കെ പറഞ്ഞ ചെറിയ മേറവാനിയുണ്ട്. അതായത് നമ്മൾ നമസ്കരിക്കുന്നതിന് നേരെ മുകളിൽ എന്നർത്ഥം. മുകളിൽ നിലകൊള്ളുന്ന പ്രതലത്തിനാണ് പൊതുവെ മച്ച് എന്ന് പറയാം അല്ലെ. വസ്സഖ്ഫു, മച്ച്, കദാലിക, അപ്രകാരമാണ്. ഇൻ ഖറുബ മിൻഹു, അല്ലെ മച്ച് തന്നെയല്ലേ പറയല്, അല്ലെങ്കിൽ മറ്റു ഭാഷ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മച്ച് എന്നാ പറയല്. ഇനി മറ്റെന്തെങ്കിലും പ്രയോഗമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ സമാധാനമാകും അറിയിക്കാം. സഖ്ഫ് എന്ന് പറഞ്ഞാൽ അതായത് മേൽഭാഗത്തുള്ള വസ്തുക്കൾ, അതായത് വാർപ്പാണെങ്കിൽ വാർപ്പ് വളരെ അടുത്ത ഫിറ്റ് ചെയ്ത വാർപ്പാണ്, അത് മച്ചാവും. അതും അപ്രകാരം തന്നെ. ഇൻ ഖറുബ മിൻഹു, അവനോ മച്ചിനോടവൻ അടുത്താൽ, ബിഹൈസു യുഅദ്ദു, അവനെ എണ്ണപ്പെടുന്ന നിലയിൽ, മുഹാദിയൻ ലഹു, നജസിനോട് നേരിടുന്നവനായി, മുന്നിടുന്നവനായി, ഉർഫൻ, സാധാരണയിൽ. ഞാൻ DC ഒന്നല്ലല്ലോ സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഓക്കെ മനസ്സിലാവും. ഓക്കെ. അപ്പം എന്നാൽ ഇത് മറ്റൊരു വിഷയം. വലാ യജിബു ഇജ്തിനാബു നജസി, നജസിനെ ഒഴിവാക്കൽ നിർബന്ധമില്ല. ഫീ ഗൈരി സ്വലാത്തി, നിസ്കാരമല്ലാത്തടത്ത്. നിസ്കാരമല്ലാത്തപ്പോൾ ശരീരത്തിൽ നജസായ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. വലാ യജിബു ഇജ്തിനാബു നജസി, നജസിനെ ഉപേക്ഷിക്കൽ നിർബന്ധമില്ല. ഫീ ഗൈരി സ്വലാത്തി, നിസ്കാരമല്ലാത്തടത്ത്. നിസ്കാരത്തിലാണ് നജസിനെ ഒഴിവാക്കേണ്ടത്. നിസ്കാരമല്ലാതെ സാധാരണ നമ്മൾ ഉറങ്ങുമ്പോഴോ മറ്റോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴോ ഒന്നും നജസ് ശരീരത്തിലുണ്ടായിരുന്നതിന്റെ പേരിൽ കുഴപ്പമില്ല. നജസായ വസ്ത്രം ധരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഉദാഹരണത്തിന് കുട്ടി മൂത്രം ഒഴിച്ചാൽ ഉടനെ തന്നെ ഡ്രസ്സ് മാറ്റണമെന്നൊന്നുമില്ല അല്ലെ. വലാ യജിബു ഇജ്തിനാബു നജസി, നജസിനെ ഉപേക്ഷിക്കൽ നിർബന്ധമില്ല. ഫീ ഗൈരി സ്വലാത്തി, നമസ്കാരമല്ലാത്തടത്ത്. നിസ്കാരത്തിൽ നിർബന്ധമാണ്. എന്നാൽ വമഹല്ലുഹു, നജസിനെ ഉപേക്ഷിക്കൽ നിർബന്ധമില്ല എന്നു പറഞ്ഞത്, എന്നതിന്റെ മഹല്ല്, എന്നതിന്റെ സ്ഥാനം, ഫീ ഗൈരി തലമ്മുഖ് ബിഹി, ആ നജസുമായി പുരളാത്ത സന്ദർഭത്തിലാണ്. ഫീ ബദനിൻ ഔ സൗബിൻ, ശരീരത്തിലോ വസ്ത്രത്തിലോ നജസുമായി പുരണ്ട് കിടക്കാത്ത സന്ദർഭത്തിലാണ്. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂത്രമൊക്കെ ആയിട്ട് ശരീരവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളിപ്പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ നജസ് വല്ലാതെ ശരീരവുമായി പുരണ്ട് കിടക്കുകയാണ്. അത്തരം സ്ഥലങ്ങളിലല്ല. വമഹല്ലുഹു, നജസ് നിസ്കാരമല്ലാത്തടത്ത് ഒഴിവാക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞതിന്റെ സ്ഥലം ഫീ ഗൈരി തലമ്മുഖി ബിഹി, നജസുമായി പുരണ്ട് കിടക്കാത്ത സന്ദർഭത്തിലാണ്. ഫീ ബദനിൻ ഔ സൗബിൻ, വസ്ത്രത്തിലോ ശരീരത്തിലോ. അങ്ങനെ നജസുമായി പുരണ്ട് കിടക്കുമ്പോൾ ഫഹുവ ഹറാമുൻ, നജസുമായി പുരണ്ട് കിടക്കൽ ഹറാമാണ്. ബിലാഹാജ്, ആവശ്യമൊന്നുമില്ലെങ്കിൽ. മൂത്രമായിട്ടുണ്ട്, മൂത്രവും ശരീരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ജോയിന്റായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നജസായി ആ നജസും ശരീരവും ഇങ്ങനെ കൂടി തൊട്ടിരുമ്മിക്കൊണ്ടേയിരിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിലാണെങ്കിൽ ആവശ്യമൊന്നുമില്ലെങ്കിൽ ഹറാമാണ്. അല്ലാതെ പൊതുവെ നജസ് വെടിഞ്ഞു നിൽക്കൽ നിർബന്ധമില്ല. മനസ്സിലായി കാണും. വമഹല്ലുഹു, നജസ് വെടിഞ്ഞു നിൽക്കൽ നിർബന്ധമില്ല നിസ്കാരമല്ലാത്തിടത്ത് എന്ന് പറഞ്ഞതിന്റെ സ്ഥാനം ഫീ ഗൈരി തലമ്മുഖ് ബിഹി, നജസുമായി പുരണ്ട് കിടക്കാത്തിടത്താണ്. ഫീ ബദനിൻ ഔ സൗബിൻ, ശരീരത്തിലോ വസ്ത്രത്തിലോ. ഫഹുവ, അങ്ങനെ ശരീരത്തിലോ വസ്ത്രത്തിലോ പുരണ്ട് കിടക്കുമ്പോൾ ഹറാമുൻ, ഹറാമാണ്. ബിലാ ഹാജത്തിൻ, ആവശ്യമില്ലാതെ.
ഇനി നജസ് എന്ന് പറഞ്ഞത് എന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വഹുവ, ഈ നജസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്താ അറിയോ? നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അറിയുന്നവരെന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. നജസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നജസ് എന്താണ് എന്നറിയുന്ന സുഹൃത്തുക്കൾ ഒന്ന് അതിന്റെ നിർവചനം എഴുതുക, ടെക്സ്റ്റ് ചെയ്യുക എന്നറിയിക്കാം. നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിർവചനമായിരിക്കും ചോദിക്കുന്നത്. നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ ഇപ്പം പറയും. എന്നാലും എന്താണോ നജസിന്റെ നിർവചനമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് അറിയാനാണ്. സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റാത്തതുമായ വസ്തു. ജസീൽ കേസി എന്ന സുഹൃത്ത് പറഞ്ഞത് ശരിയല്ല. അതൊരു പുതിയ നിർവചനം കണ്ടെത്തിയതാണെന്നാണ് മനസ്സിലാകുന്നത്. ബഹുമാനപ്പെട്ട ജസീൽ കേസി വന്ന ഉടനെ കിട്ടിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് നല്ലൊരു ഉത്തരം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരിക്കാം അല്ലെ? ജസീൽ കേസി ഇപ്പം വന്നതല്ലേ? അല്ലെ, നേരത്തെ ഉണ്ടോ? കണ്ടിട്ടില്ല. അസ്സലാമു അലൈക്കും എഴുതിയത് കൊണ്ട് ഞാനിപ്പോൾ വന്നു എന്ന് മനസ്സിലാക്കിയതാണ്. ഏതായാലും ബഹുമാന്യനായ സുഹൃത്ത് ഇപ്പൊ ഉണ്ടാക്കിയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധിയില്ലാത്തത് എന്ന് പഠിപ്പിച്ചു എന്നാണ് പഠിപ്പിച്ചത്. നജസ് നിർവചനമാണ്. അപ്പോൾ ജസീൽ കേസി പറഞ്ഞ പോലത്തെ ഒരു വിശദമായതാ ഉണ്ടാകുക അല്ലേ? ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ അല്പസമയം കാത്തിരിക്കുകയാണ്. ടെക്സ്റ്റ് കുറച്ച് അധികം എഴുതേണ്ടതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് സമയം കാത്തിക്കാണ്. നജസ് എന്നാൽ എന്ത്? ടെക്സ്റ്റ് ചെയ്യുന്നത് കാണുന്നില്ല. ഏതായാലും പറയാം. വഹുവ, നജസ് എന്ന് പറയുന്നത് ശർഅൻ ശറഇന്റെ വീക്ഷണത്തിൽ, പരിശുദ്ധ ദീനിന്റെ വീക്ഷണത്തിൽ നജസ് എന്ന് പറഞ്ഞാൽ മുസ്തഖ്ദിറുൻ, അത് മ്ലേച്ഛമായ വസ്തുവാണ്. മ്ലേച്ഛമായ വസ്തുവിനാണ്, മോശമായ വസ്തുക്കൾക്കാണ് ശറഇൽ നജസ് എന്ന് പറയാൻ പോരാ. അങ്ങനെയാണെങ്കിൽ കഫം, മൂക്കട്ട തുടങ്ങിയ വസ്തുക്കളൊക്കെ നജസാവണം. മനിയ് നജസാവണം. പക്ഷെ നജസല്ല. മുസ്തഖ്ദിറുൻ, മ്ലേച്ഛമായ വസ്തു, അത് മാത്രമായാൽ പോരാ. യംനഉ സിഹ്ഹത്ത സ്വലാത്തി, നിസ്കാരം സ്വഹീഹാവലിനെ തടയുന്ന മ്ലേച്ഛമായ വസ്തു, അതുണ്ടായാൽ നിസ്കാരം സ്വഹീഹാവൂല. അങ്ങനെയുള്ള വസ്തു. ഹൈസു ലാ മുറഖിസ, എപ്പോൾ ഇളവ് നൽകാത്ത സന്ദർഭത്തിൽ, വിട്ടുവീഴ്ച നൽകാത്ത സന്ദർഭത്തിൽ നിസ്കാരത്തിന്റെ സിഹ്ഹത്തിനെ തടയുന്ന മ്ലേച്ഛമായ വസ്തുക്കൾക്കാണ് ശറഇന്റെ വീക്ഷണത്തിൽ നജസ് എന്ന് പറയുക. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാത്ത സന്ദർഭത്തിൽ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ തടയുന്ന, നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ തടയുന്ന മ്ലേച്ഛമായ വസ്തുവിനാണ് നജസ് എന്ന് പറയുക. ശർഅൻ, ദീനിന്റെ വീക്ഷണത്തിൽ നജസ് എന്ന് പറഞ്ഞാൽ മുസ്തഖ്ദിറുൻ, മ്ലേച്ഛമായ വസ്തുവാണ്. യംനഉ, അത് തടയും. സിഹ്ഹത്ത സ്വലാത്തി, നിസ്കാരത്തിന്റെ സിഹ്ഹത്തിനെ, നിസ്കാരം ശരിയാവലിനെ. ഹൈസു ലാ മുറഖിസ, ഇളവ് നൽകാത്ത സന്ദർഭത്തിൽ. ചില നജസ്സുകൾ ഉണ്ടാവും, നജസ്സാണ്, പക്ഷെ ചിലപ്പോൾ നിസ്കാരത്തിൽ ഇളവ് തരും, ചിലപ്പോൾ മറ്റു ചില സ്ഥലത്ത് ഇളവ് തരും. അത്തരം സന്ദർഭത്തിൽ അത് നജസ് എന്ന് പറയില്ല എന്നർത്ഥം. ഇളവ് നൽകാത്ത സന്ദർഭത്തിൽ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ, നിസ്കാരം ശരിയാവലിനെ തടയുന്ന മ്ലേച്ഛമായ വസ്തുവിനാണ് നജസ് എന്ന് പറയുന്നത്. ഇനി നജസിനെ ഉദാഹരണ സഹിതം പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ല. ഫഹുവ, അപ്പൊ ഈ നജസ് കറൗസിൻ, കാഷ്ടം പോലെ, വ ബൗലിൻ, മൂത്രം പോലെ. കാഷ്ടവും മൂത്രവും എല്ലാവർക്കും അറിയുന്ന പ്രധാനപ്പെട്ട നജസാണ് കാഷ്ടവും മൂത്രവും അല്ലെ? വലൗ കാനാമിൻ ത്വാഇരിൻ, അവ രണ്ടു പക്ഷിയിൽ നിന്നാണെങ്കിലും, പക്ഷി കാഷ്ടവും നജസാണ്,
പക്ഷിയുടെ മൂത്രവും ഒക്കെ നജസാണ്. വലൗ കാനാ മിൻ ത്വാഇരിൻ, അത് രണ്ടും മൂത്രവും കാഷ്ടവും പക്ഷിയിൽ നിന്നാണെങ്കിലും, വസമക്കിൻ, മത്സ്യത്തിൽ നിന്നുള്ളതാണെങ്കിലും, മത്സ്യത്തിന്റെ കാഷ്ടവും മത്സ്യത്തിന്റെ മൂത്രവും ഒക്കെ നജസാണ്. വജറാദിൻ, അത് വെട്ടുകിളിയുടേതാണെങ്കിലും, കാരണം നമുക്ക് വെട്ടുകിളിയൊക്കെ തിന്നാമല്ലോ, വെട്ടുകിളിയും മത്സ്യമൊക്കെ തിന്നാം, എങ്കിലും അതിന്റെ കാഷ്ടമൊക്കെ നജസാണ്, മൂത്രവും നജസാണ്. വമാ ലാ നഫ്സ ലഹു സായിലത്തുൻ, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയിൽ നിന്നാണെങ്കിലും, വമാ ഒന്നിൽ നിന്നാണെങ്കിലും, ലാ നഫ്സ ലഹു, അതിനിക്ക് രക്തമില്ല, സായിലത്തുൻ, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയിൽ നിന്നാണ് മൂത്രമെങ്കിലും കാഷ്ടമെങ്കിലും നജസാണ്. മൂത്രവും കാഷ്ടവും നജസാണ്, അത് ആരതാണെങ്കിലും ശരി, അല്ലെ? ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ, മൂത്രവും കാഷ്ടവും നജസാണ്. അത് സാധാരണയിൽ ചെറിയ പക്ഷിയുടേതാവട്ടെ, മത്സ്യത്തിന്റേതാവട്ടെ, വെട്ടുകിളിയുടേതാവട്ടെ, വമാ ഒന്നിന്റേതുമാവട്ടെ, ലാ നഫ്സ ലഹു, അതിനിക്ക് രക്തമില്ല, സായിലത്തുൻ, ഒലിക്കുന്ന. ഔ മിൻ മഅ്കൂലിൻ ലഹ്മുഹു, അല്ലെങ്കിൽ മാംസം തിന്നപ്പെടുന്ന ജീവിയുടേതാവട്ടെ, അലൽ അസഹി, പ്രബലമനുസരിച്ച്. അതായത് നമ്മുടെ പോത്ത്, ആട്, ഒട്ടകം തുടങ്ങി മാംസം തിന്നപ്പെടുന്ന ജീവിയുടേതാണെങ്കിലും നജസ് തന്നെ, മൂത്രവും കാഷ്ടവും പ്രബലാഭിപ്രായ പ്രകാരം തിന്നപ്പെടുന്ന ജീവിയുടേതാണെങ്കിലും നജസ് തന്നെ. എന്നാൽ കാലൽ ഇസ്തഖ്രിയു വറുയാനി, ഇമാം ഇസ്തഖ്രി എന്നവരും ഇസ്തഖ്രി എന്നും അസ്തഖ്രി എന്നും വായിക്കാം. ഇമാം അസ്തഖ്രി അല്ലെങ്കിൽ ഇസ്തഖ്രി എന്നവരും ഇമാം റൂയാനി എന്നവരും പറഞ്ഞു, മിൻ അഇമ്മത്തിന, നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബുകാരായ ഇമാം റൂയാനിയും ഇസ്തഖ്രി എന്നവരും പറഞ്ഞു, കമാലിക്കിൻ വ അഹ്മദ, ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതുപോലെ, ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞതുപോലെ നമ്മുടെ മദ്ഹബിൽപ്പെട്ട ഇസ്തഖ്രി എന്ന ഇമാമും റൂയാനി എന്ന ഇമാമും പറഞ്ഞിട്ടുണ്ട്, ഇന്നഹുമാ, അവ രണ്ടും, ഏത് മൂത്രവും കാഷ്ടവും, ത്വാഹിറാനി, ശുദ്ധിയുള്ളതാണ്, നജസല്ല, മിനൽ മഅ്കൂലി, തിന്നപ്പെടുന്ന ജീവിയിൽ നിന്ന് അവ രണ്ടും ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാം, പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ചാണകം തേക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അല്ലെ? ഓർമ്മയുണ്ടോന്നറിയില്ല, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പഴമക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാകും. പഴയ കാലത്തൊക്കെ വീടിന്റെ മുറ്റവും ചിലപ്പോൾ വീട്ടിന് പോലും ചാണകം തേക്കാറുണ്ടായിരുന്നു. ചാണകം നജസാണല്ലോ, കാരണം ചാണകം എന്ന് പറയുന്നത് നജസാണ്. എന്തുകൊണ്ട്? അത് നജസല്ല. അതാണ് ജസീർ കേസി ചോദിക്കുന്ന നജസല്ലേ, അതാ പറയാൻ പോകുന്നത്. അതിപ്പോഴും ഉണ്ട് ചിലയിടത്ത്. അതെ, ഇപ്പൊ എവിടെയുള്ള SKS പുറവൂർ എന്ന സുഹൃത്ത് ഇപ്പോഴും എവിടെയുള്ള മുസ്ലിങ്ങളാണ് ചേക്കുക. അതൊന്നല്ല, പഴയകാലത്ത് മുസ്ലിം വീടുകളിലും മുസ്ലിം വീടുകളുടെ മുറ്റങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും പറയാം. അപ്പൊ ചാണകം പശുക്കളെയും മറ്റൊക്കെ പോറ്റുമ്പോൾ അതിന്റെ ചാണകം, അപ്പൊ ചാണകം നജസല്ല എന്നൊരഭിപ്രായം നമ്മുടെ മദ്ഹബിലെ ഇസ്തഖ്രി, റുയാനി എന്നവർക്കുണ്ട് എന്നാണല്ലോ നമ്മൾ ഈ പറയുന്നത്, അല്ലെ? അതാണ് ഈ പറഞ്ഞത്, ഇന്നഹുമാ, മൂത്രവും കാഷ്ടവും, ത്വാഹിറാനി, രണ്ടും ശുദ്ധിയുള്ളതാണ്, മിനൽ മഅ്കൂലി, ആരിൽ നിന്ന്? തിന്നപ്പെടുന്ന ജീവിയിൽ നിന്ന്. അതെ, നെല്ലുള്ളവരാണ് മുസ്ലിങ്ങൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ ആയിരിക്കാം, അത് ശരിയാണ്. നെല്ലുള്ളവരായിരിക്കാം. അപ്പൊ ഏതായാലും ചാണകം ചിലപ്പോൾ പണം കൊടുത്തു വാങ്ങേണ്ടി വരും. നജസ് പണം കൊടുത്തു വാങ്ങാൻ പറ്റൂല, നജസിന്റെ വിൽപ്പന സ്വീകാര്യവുമല്ല. അപ്പോഴും ഇവിടെ നമുക്കൊരു അഭിപ്രായമുണ്ട്, എന്ത്? ചാണകം ശുദ്ധിയുള്ളതാണെന്ന അഭിപ്രായമുണ്ട്. അത് പ്രകാരം പണം കൊടുത്തു വാങ്ങാവുന്നതുമാണ്. അതുകൊണ്ടാണ് പഴയകാലത്തൊക്കെ അങ്ങനെ ചില വ്യാഖ്യാനങ്ങളും മറ്റൊക്കെ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി നജസാണെന്ന നിലക്ക് തന്നെ കാണുന്നില്ല, ചാണകം തേച്ചതിൽ തന്നെ വേണം നിസ്കരിക്കാൻ പറ്റും. കാരണം ഇതുകൊണ്ട് ഇതനുസരിച്ച് ഈ ഇമാമിങ്ങളുടെ അഭിപ്രായ പ്രകാരം ശുദ്ധിയുള്ളതാണ്, ചാണകം തേച്ചാൽ നജസല്ല എന്നർത്ഥപ്രകാരം. അതേപോലെ വാങ്ങുന്നതിനും കുഴപ്പമില്ല, കാരണം വാങ്ങാൻ ശുദ്ധിയുള്ളതാണെന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായ പ്രകാരം വാങ്ങാം. മനസ്സിലായി കാണും. ഏതായാലും അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. വലൗ റാസത്ത് ഔ ഖാഅത്ത്, അല്ലെ? വിഷയം മനസ്സിലായിട്ടില്ല സുഹൃത്തുക്കളെ? ഏത് ജീവിയുടേതായാലും മൂത്രവും കാഷ്ടവും നജസാണ് എന്നാണ് പ്രബല അഭിപ്രായം. എന്നാൽ തിന്നപ്പെടുന്ന ജീവികളുടെ കാഷ്ടവും മൂത്രവും നജസല്ല എന്നൊരഭിപ്രായം ഇമാം മാലിക്കിനുണ്ട്, ഇമാം അഹ്മദിനുമുണ്ട്.
കൂടാതെ നമ്മുടെ മദ്ഹബിന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട ഇമാം റോയാനി, ഇമാം ഇസ്തഖരി അല്ലെങ്കിൽ അസ്തഖരി എന്നവർക്കും ഈ അഭിപ്രായം ഉണ്ട്. ജസീൽ കേസി പറയുന്നത് മനസ്സിലായി, പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതിനു മുമ്പ് കേട്ടവരൊന്ന് എസ് നടിച്ച സുഹൃത്തുക്കളെ. ജസീൽ കേസു പറയാണ് മനസ്സിലായി, പക്ഷെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിനു മുമ്പ് കേട്ട എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കൾ ഒന്ന് എസ് അടിക്കാതെ. എസ് കെ എസ് പുറവൂർ കേട്ടിട്ടുണ്ട്, അൽസാഹിർ കോൾഡ് സ്റ്റോർ ജിദ്ദ കേട്ടിട്ടുണ്ട്, ചാണകം നജസല്ല എന്ന്. അതന്നെ ഈ അഭിപ്രായപ്രകാരം ചാണകം നജസല്ല. കാരണം ചാണകം ഈ ജീവിയുടേതാണ്, ഈ തിന്നപ്പെടുന്ന ജീവിയുടേത് നജസല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ജസീൽ കേസി ഏതായാലും ഇന്ന് കേട്ടല്ലോ മതി, ബാക്കിയുള്ളവരൊക്കെ കേട്ട. അപ്പൊ നമ്മളെ ക്ലാസ് ഒരു സുഹൃത്തെങ്കിലും പുതിയ അറിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതുവരെ അറിയാത്തൊരു മസാല ബഹുമാനപ്പെട്ട ജസീൽ കേസി പഠിച്ചല്ലോ അല്ലെ. ഏതായാലും അൽഹംദുലില്ലാ. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാൻ. തമാശ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുണ്ട്. പൊതുവെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല, ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടത് ശരിയാവരുത് എന്നാണ് പൊതുവെ പലരും പറയാറ് അല്ലെ. എന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ് അല്ലെ. ജസീൽ കേസി പറഞ്ഞ അങ്ങനെയല്ല. എന്നാൽ പൊതുവെ ചിലരൊക്കെ പറയുമ്പോൾ അതിന്റെ മറുപടി അർത്ഥം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് അത് ശരിയല്ലാന്നാണ്, നിങ്ങൾ ഈ പറഞ്ഞ തെറ്റാണെന്നാണ് ഒരു പക്ഷേ അയാൾ പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. പക്ഷെ ജസീൽ കേസി അങ്ങനെയല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതെ, ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നമ്മൾ ഉളൂ ചെയ്തതിന് നിസ്കാരത്തിന് മുമ്പ് ഒരു കൊതുക് നമ്മുടെ ശരീരത്തിൽ വെച്ച് കൊന്നാലോ? കൊതുകിനെ കൊന്നാല് കൊതുകിനെ എടുത്ത് മാറ്റണോ? രണ്ട് നജസ് വാഹന ഭാഗമാക്കിയാൽ പോലെ അതിൽ എപ്പം പ്രയാസമുണ്ട്. കാരണം എന്ത് ചെയ്യണം? രക്തം കഴുകേണ്ടത് അല്ലെ. അതല്ല, വേറെ ചോദ്യം ഒന്നുമില്ല. ചോദ്യത്തിന് എത്രയല്ലേ ഉദ്ദേശിച്ചുള്ളൂ അല്ലെ. ഞാൻ എവിടുന്ന് DC ആയതെന്ന് അറിയില്ല. ഞാൻ അവസാനം പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രയോഗമായിട്ട് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. എവിടുന്ന ഞാൻ ജസ്റ്റ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് വീണ്ടും DC ആയിട്ടുണ്ട് കേട്ടാ. ധാരാളം ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് വീണ്ടും DC ആയി. ഉസ്താദ് കേൾക്കുന്നില്ല? സഹോദരന്മാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ഉസ്താദ് DC ആണ്. ഉസ്താദ് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സഹോദരന്മാരെ, നമ്മുടെ മഹത്തായ ഫത്തുൽ മീൻ ദർസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റേഡിയോ ശ്രോതാക്കൾ കേൾക്കാൻ വേണ്ടി ഉസ്താദ് DC ആയതാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും
സമയത്തിനുള്ളിൽ നമ്മുടെ ഉസ്താദുകൾ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഉസ്താദ് DC ആണ്, PM ചെയ്തിട്ടും മറുപടിയൊന്നും കിട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബൗൺസാക്കിയ ചിലപ്പോൾ അൺബൗൺസ് ആക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. അത് ബൗൺസാക്കിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ബൗൺസ് പെട്ടെന്ന് അൺബൗൺസ് ആയില്ലെങ്കിൽ ഈ ഉസ്താദിന് തീരെ കാണാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് ഏതായാലും ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഉസ്താദിന് PM ചെയ്തിട്ട് മറുപടി ഒന്നും കിട്ടുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബൗൺസാക്കി ചിലപ്പോൾ അൺബൗൺസ് ആക്കാൻ ആയിട്ടില്ല, ബുദ്ധിമുട്ടായിട്ട് ഉസ്താദേ, അതാ പ്രശ്നം. ഏതായാലും ഉസ്താദ് തിരിച്ചു വരും. ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സഹോദരന്മാരെ, നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ DC ആയിട്ടില്ലല്ലോ, നിങ്ങളെന്നെ കേൾക്കുന്നില്ല. ഉസ്താദിനെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, പക്ഷെ എന്തായാലും ഉസ്താദ് കയറാൻ പറ്റുന്നുണ്ടാവും. ബൗൺസ് ആൻഡ് ബൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടുന്നില്ല എന്ന് അറിയില്ല. ഉസ്താദിന് PM ചെയ്യുന്നുണ്ട്. ഏതായാലും നിമിഷത്തിനുള്ളിൽ നമ്മുടെ ഉസ്താദ് നമ്മളിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒക്കെയുള്ള പ്രശ്നം ഉസ്താദ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ, നമ്മുടെ ഉസ്താദ് DC ആണ്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനുള്ളിൽ ഉസ്താദുകൾ തിരിച്ചു വരും. ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ഇൻവൈറ്റ് എത്തുന്നില്ല എന്ന് തോന്നുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ആക്കുന്നുണ്ടല്ലോ, ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ജറാന്തിന്റെ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ക്ലാസ് ഓൺലൈനിൽ ഉണ്ടല്ലോ ഉസ്താദ്. ഉസ്താദ് ഓൺലൈനിൽ കാണുന്നുണ്ട്.
സഹോദരന്മാരെ, ഒരു നല്ലൊരു ക്ലാസ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ചാണ് നമ്മൾ കട്ടായത്. ഉസ്താദ് വീണ്ടും ഓഫ്ലൈനിൽ പോയി. ഏതായാലും നമുക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടായ്മയെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വീണ്ടും ഓൺലൈനിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് എത്തിക്കാതെ കഴിഞ്ഞാൽ ബോൺസ് അൺബോൺസ് ചെയ്തതെന്ന് എന്ത് വ്യക്തി ചിലപ്പോൾ അൺബോൺസ് ആയിട്ടുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടും ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഏതായാലും നമുക്ക് ഉസ്താദിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും സഹോദരന്മാരെ, ഉസ്താദ് ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ഇനി ക്ലാസ്സിലേക്ക് ഉടനെ എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. PM ചെയ്യുന്നുണ്ട്, പക്ഷെ ഉസ്താദ് മറുപടി ഒന്നും തരുന്നില്ല. സഹോദരന്മാരെ, ഉസ്താദ് വീണ്ടും DC ആയോ അതും അറിയില്ല. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട KPM ദാരിമി ഉസ്താദ് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട KPM ദാരിമി ഉസ്താദ് അവർ ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നായിരിക്കും. ഞാൻ PM ചെയ്തിട്ടും മറുപടി ഒന്നും കാണുന്നില്ല. ഏതായാലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ നമസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ ഉസ്താദ് നമ്മിലേക്ക് എത്തും. ഞാൻ PM ചെയ്തിട്ട് മറുപടി ഒന്നും കിട്ടിയുന്നില്ല. അതാണ് പ്രശ്നം. എന്തോന്നറിയില്ല. ചിലപ്പോൾ അവിടെ പ്രശ്നമുണ്ടോ അല്ല ക്ലാസ് റൂമിന് മൊത്തം പ്രശ്നമാണോ എന്നും അറിയില്ലല്ലോ. ഉസ്താദ് ഇങ്ങനെ ഓൺലൈനിലാവുന്നുണ്ട്. എന്താ സംഭവമെന്ന് അറിയില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഓൺലൈനിൽ കാണുന്നുണ്ട്. എന്താ പ്രശ്നം അറിയില്ല. PM ഉസ്താദിന് കിട്ടുന്നുണ്ടെന്ന് അറിയാം. PM ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷേ മറുപടി ഒന്നും
കിട്ടുന്നില്ല സഹോദരന്മാരെ. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് ഉസ്താദ് ഇൻവൈറ്റ് ആക്കുന്നുണ്ട്, എന്നിട്ട് എന്താ പ്രശ്നം അറിയില്ല. KG മാനു ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ KPM ഗാലിനെ കൂടി അൺബൗൺസ് ആക്കി നോക്കൽ കൂടി. ബഹുമാനപ്പെട്ട അഡ്മിൻ KG മാനു കേൾക്കുന്നുണ്ടെങ്കിൽ KPM ഗാലിനെ കൂടി ഒരിക്കൽ കൂടി അൺബൗൺസ് ആക്കി നോക്കൂ. ഉസ്താദ് DC ആയിട്ട് കയറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. KG മാനു കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാർ, ഞാൻ DC അല്ല, DCയാ. KG മാനു നിങ്ങൾ KPM ഗാലിനെ കൂടി ഒന്ന് അൺബൗൺസ് ആക്കി നോക്കി ഒരിക്കൽ കൂടി. ഞാൻ DC ആണ് സഹോദരന്മാരെ. DC ആണെന്ന് അല്ല അല്ലേ, അങ്ങനെ പറയാം. നിങ്ങൾ DC ആണ് എസ് എന്താ DC എസ് അങ്ങനെ ശരിയാവുക. DC ആകുമ്പോൾ എസ് അല്ല നോൺ അടിക്കണ്ട, എന്നാലുള്ള കാര്യം മനസ്സിലാവുക. ഏതായാലും KG മാനു എന്ന അഡ്മിൻ സഹോദരൻ കേൾക്കുന്നുണ്ടെങ്കിൽ KPM ഗാലിനെ അൺബൗൺസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഉസ്താദിന് കയറാൻ പറ്റുന്നില്ല. എന്താണ് എന്ന് അറിയില്ല. PM ചെയ്തിട്ടുണ്ട്. PMന് മറുപടി തരുന്നുണ്ട് ഉസ്താദുകൾ. ഒരിക്കൽ കൂടി PM ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. നല്ലൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനുള്ളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അവர்கள் മൈക്കിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. PM ചോദിച്ചും ഉസ്താദ് കേൾക്കുന്നില്ല. കാരണം PM ചോദിച്ച് മറുപടിയൊന്നും വരുന്നു കാണുന്നില്ല. റാഷിദ് മൈക്ക് വേണോ? ആർക്കും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ്. ഉസ്താദ് ചിലപ്പം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് വന്നാൽ നമുക്ക് ചോദ്യത്തിലുള്ള മറുപടി കിട്ടും. ഇല്ല, ഉസ്താദ് നമ്പർ എന്റെ അടുത്തില്ല സഹോദരന്മാർ. ഉസ്താദ് നാട്ടിൽ നിന്നല്ലേ? ഉസ്താദ് നാട്ടിൽ നിന്നാണ്. ജാഫർ വായിക്ക് വരുന്നതാ. ഓക്കെ, ജാഫർ വായിക്ക് വരുന്നത്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. ഉസ്താദിന് നമ്മുടെ റൂമിൽ മാത്രം കയറാൻ പറ്റും. ഞാൻ വിളിച്ചിരുന്നപ്പോ നമ്മുടെ റൂമിൽ മാത്രം കയറാൻ പറ്റുന്നില്ല, മറ്റുള്ള റൂമിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ വന്നാൽ വെറും ഇതിന്റെ ക്ലാസ് റൂമിന്റെ പേര് മാത്രമേ വരുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഇനിയിപ്പോ നെറ്റ് സ്ലോ അല്ല, നെറ്റ് സ്പീഡൊക്കെ ഉണ്ടാവും. മറ്റുള്ള ക്ലാസ് റൂമിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ ഇൻവൈറ്റ് ചെയ്തിട്ടും കയറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരി. ഓൺലൈനിലുണ്ട്, പക്ഷെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇൻവിറ്റേഷൻ പോകുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയില്ല. ഇൻവൈറ്റ് ചെയ്തിട്ട് ഇൻവൈറ്റ് പോകുന്നുണ്ട്,
പക്ഷെ ഉസ്താദിന് കയറാൻ പറ്റുന്നുമില്ല, എന്താണെന്നറിയില്ല. ഏതായാലും നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഭയങ്കര നഷ്ടമായി. നല്ലൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ആക്കി നോക്കാം. കുറെ പ്രാവശ്യം ഇൻവൈറ്റ് ആക്കി, പക്ഷേ ഇൻവിറ്റേഷൻ അവിടെ എത്തുന്നുണ്ടോ എന്നറിയില്ല. ഉസ്താദ് ഇപ്പോൾ ഉസ്താദ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും ഉസ്താദ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവസാന ക്ലാസ് റൂമിൽ കയറി അല്പം കട്ടൊന്നില്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നാട്ടിൽ നെറ്റും എല്ലാം ഉള്ള കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്. നെറ്റിന്റെയും കൂടി പ്രോബ്ലം എന്നാ മനസ്സിലായത്. ഓക്കെ, ഇടയ്ക്ക് റേഞ്ച് തന്നെ തീരെ പോവാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രശ്നം. ഏതായാലും വിഷയത്തിലേക്ക് തന്നെ കടക്കാം. അവസാന ഭാഗം പറഞ്ഞ വിഷയം ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും, എന്നാലും ക്ലാസിന്റെ ക്ലിയർ ഓർമ്മയുണ്ടാവും അല്ലെ. വലൗ റാസത്ത് ഔ ഖാഅത്ത്, ആ ഭാഗം ഒന്ന് അബ്ദുല്ലാ 970 എന്നിട്ട് ദുൽദുലോ ടെക്സ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കാണ്. വലൗ റാസത്ത് ഔ ഖാഅത്ത് ബഹീമത്തും, ഒരു മൃഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജന്തു, എന്തെങ്കിലും ഒരു ജീവി കാഷ്ടിക്കുകയോ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ ഛർദിക്കുകയോ ചെയ്താൽ, വലൗ റാസത്ത് കാഷ്ടിച്ചാൽ, ഔ ഖാഅത്ത് അല്ലെങ്കിൽ ഛർദിച്ചാൽ, ബഹീമത്തുൻ. അബ്ദുല്ലാ 970 ടെക്സ്റ്റ് ചെയ്തോ? എല്ലാരെയും കയ്യിലുണ്ടോ? നേരത്തെ ടെക്സ്റ്റ് ചെയ്ത ഭാഗത്ത് തന്നെ ഉണ്ടോ? ഇവിടെ കാണാതിരിക്കുമ്പോ ഒരു പ്രയാസമാണ്. കയ്യിൽ കിതാബ് ഉണ്ടെങ്കിൽ കിതാബിനേക്കാൾ അവിടെയാണ് ഞാൻ അവലംബിക്കല്. അവിടെ ഇല്ലേ? ഓക്കെ. വലൗ റാസത്ത് ഔ ഖാഅത്ത് ബഹീമത്തുൻ, ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ജന്തു ഛർദിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താൽ, ഹബ്ബൻ ഒരു ധാന്യം, ഒരു ധാന്യമണി അല്ലെങ്കിൽ ഒരു ധാന്യത്തെ ഒരു ജന്തു കാഷ്ടിച്ചു അല്ലെങ്കിൽ മൂത്രമൊഴിച്ചു. എന്നാൽ ഇൻകാന സ്വൽബൻ, ആ ധാന്യമണി നല്ല ഉറപ്പുണ്ടെങ്കിൽ, ഇൻകാന സ്വൽബൻ, ആ ധാന്യമണി ഉറപ്പുള്ളതാണെങ്കിൽ, ഏത് നിലയിൽ ഉറപ്പ്? ബിഹൈസു ലൗ സുരിഅ നബത്ത, അത് കൃഷി ചെയ്യപ്പെട്ടാൽ മുളക്കും. ആ നിലയിൽ കൃഷി ചെയ്താൽ മുളക്കുന്ന രൂപത്തിൽ ഉറച്ചതാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ വയറ്റിന്റെ ഉള്ളിലേക്ക് പോയി എന്നതിന്റെ പേരിൽ അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല, ഇപ്പോഴും അത് നേരത്തെ ഉള്ള ധാന്യമണിയുടെ ഗുണവിശേഷം നിലനിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഫമുതനജ്ജിസുൻ, അത് നജസായതാണ്, നജസല്ല. യുഗ്സലു വയുക്കലു, അത് കഴുകിക്കുകയോ ചെയ്താൽ, ഹബ്ബൻ ഒരു ധാന്യത്തെ, എന്നിട്ട് അപ്പോ ഫഇൻകാന സ്വൽബൻ, ആ ധാന്യം ഉറച്ചതാണെങ്കിൽ ഏത് നിലയിൽ ഉറക്കണം? ബിഹൈസു ലൗ സുരിഅ, അത് കൃഷി ചെയ്യപ്പെടുകയാണെങ്കിൽ നബത്ത, അത് മുളക്കും, വളരും. ആ നിലയിലാണെങ്കിൽ ഫമുതനജ്ജിസുൻ, അത് നജസായ വസ്തുവാണ്. യുഗ്സലു നജസല്ല, നജസായ വസ്തു, രണ്ടും രണ്ടാണ്. നജസും മുതനജ്ജിസും രണ്ടും തിരിച്ചറിയണം. നജസ് എന്ന് പറഞ്ഞ സാധനം തന്നെ നജസാണ്, മുതനജ്ജിസ് എന്ന് പറഞ്ഞ നജസായ വസ്തു. ഉദാഹരണത്തിന് നമ്മുടെ വസ്ത്രം, നമ്മുടെ വസ്ത്രത്തിൽ നജസായാൽ ആ വസ്ത്രം മുതനജ്ജിസ് ആണ്. അതേസമയത്ത് ആ മൂത്രം അത് നജസുമാണ്. മുതനജ്ജിസ് ആകുമ്പോൾ യുഗ്സലു, അത് കഴുകപ്പെടും, വയുക്കലു തിന്നപ്പെടാം. വ ഇല്ല, ഉറച്ചതല്ല, കൃഷി ചെയ്താൽ മുളക്കുന്ന രൂപത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്നാൽ ഫനജസുൻ, അത് നജസുമാണ്. ഒരു ധാന്യമണിയുടെ നിയമമാണ് സത്യത്തിൽ ഇവിടെ പറഞ്ഞത്. വലം യുബയ്യിനു, ഫുഖഹാ വ്യക്തമാക്കിയിട്ടില്ല, ഹുക്മ ഗൈരിൽ ഹബ്ബി, ധാന്യമല്ലാത്തതിന്റെ നിയമം ഫുഖഹാ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഒരു ധാന്യത്തിന്റെ കഥയാണ് ഇവിടെ പറഞ്ഞത്. ധാന്യമല്ലാത്ത പല അവസ്ഥകളും ഇതുപോലെ പോകാലോ. ശരീരത്തിന്റെ ഉള്ളിലോട്ട് പോയി നേരെ അങ്ങനെ തന്നെ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ കാഷ്ടിക്കുകയോ ചെയ്തു, യാതൊരു ഭാവമാറ്റവും വന്നിട്ടില്ല, പകർച്ച സംഭവിച്ചിട്ടില്ല. എന്നാൽ അത് മുത്തനജിസാണോ നജസാണോ എന്ന് ചർച്ച ചെയ്യണമല്ലോ. അതുകൊണ്ട് വലം യുബയ്യിനു, ഫുഖഹാ വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഹുക്മ ഗൈരിൽ ഹബ്ബി, ധാന്യമല്ലാത്തതിന്റെ നിയമം
ഫുഖഹാ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ഒരാൾ എന്തെങ്കിലും ചെറിയ പേനയോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും വസ്തു വിഴുങ്ങി ഒരു 10-40 ദിവസത്തിന് ശേഷം ഛർദിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ട് എങ്കിൽ അത് നജസാണോ മുത്തനജിസാണോ നമുക്ക് തീരുമാനിക്കണം. അതിനുള്ള മാനദണ്ഡം ഫുഖഹാ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നാൽ കാല ശൈഖുന, ഫുഖഹാ പറഞ്ഞില്ല, മുൻകാലത്തുള്ള പണ്ഡിതന്മാർ ധാന്യത്തിന്റെ ചർച്ചയാണ് നടത്തിയത്. എന്നാൽ കാല ശൈഖുന, നമ്മുടെ ശൈഖുന പറഞ്ഞു. ശൈഖുന ആരാണെന്ന് മറന്നിട്ടുണ്ടാകും, ആരാണെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ശൈഖുന ആരാണെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഒരുപക്ഷെ മറവി സംഭവിക്കാനായിട്ടുണ്ട്. കാല ശൈഖുന, നമ്മുടെ ശൈഖുന പറഞ്ഞു. ഇത് നമ്മുടെ ഇബ്നു ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല, അഹ്മദ് ആരും മറന്നിട്ടില്ല, അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞു. ബഹുമാനപ്പെട്ടവരുടെ പ്രധാന ഗ്രന്ഥത്തിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ബഹുമാനപ്പെട്ട ഈ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈത്തമി ധാരാളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ബഹുമാനപ്പെട്ട ഏറ്റവും പ്രഗത്ഭമായ മാസ്റ്റർ പ്ലീസായി അറിയപ്പെട്ട, നമ്മളൊക്കെ എപ്പോഴും അവലംബിക്കുന്ന ഒരു ഗ്രന്ഥം അത്. ഓക്കെ, തുഹ്ഫ. കാല ശൈഖുന, അപ്പൊ ശൈഖുന പറയാണ്, വല്ലദീ യദ്ഹറു, പ്രകടമാകുന്ന ബോധ്യപ്പെടുന്ന അഭിപ്രായം, വ്യക്തമായി മനസ്സിലാകുന്ന അഭിപ്രായം, അന്നഹു, നിശ്ചയം ആ ധാന്യമല്ലാത്തത്, ഇൻ തഗയ്യറ അൻ ഹാലിഹി, അത് അതിന്റെ അവസ്ഥയിൽ നിന്നും മാറിയിട്ടുണ്ടെങ്കിൽ, എപ്പോഴുള്ള അവസ്ഥ? ഖബലൽ ബൽഇ, വിഴുങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വലൗ യസീറൻ, ചെറിയ മാറ്റമാണെങ്കിലും, ഫനജസുൻ, നജസ. ഈ വിഴുങ്ങിയ സാധനം വിഴുങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥക്ക് യാതൊരു മാറ്റവും, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നജസ. വിഴുകാനോ, വിഴുങ്ങുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, വലൗ യസീറൻ, ആ മാറ്റം ചെറിയ മാറ്റമാണെങ്കിലും, ഫനജസുൻ, നജസാണ്. വ ഇല്ല, മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ, ഫമുതനജ്ജിസുൻ, അത് നജസുള്ളതാണ്, കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാവുന്നതാണ്. വഫിൽ മജ്മൂഇ, എന്നാൽ മജ്മൂഇലുണ്ട്. മജ്മൂ എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? മജ്മൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എന്ന അറബിയിൽ പറയുന്നൊരു പ്രയോഗമാണ് മജ്മൂ. ഇവിടെ വഫിൽ മജ്മൂ എന്ന് പറഞ്ഞ കിതാബാണ്. ഓക്കെ അല്ലെ? കിതാബാണ്. ആരുടെ കിതാബാണെന്ന് അറിയിക്കണം. മജ്മൂ എന്ന് പറയുന്നത് ആരുടെ ഗ്രന്ഥമാണ്? മജ്മൂഇന്റെ മുസന്നിഫ്, രചയിതാവ്, ഗ്രന്ഥകാരൻ ആരാണ് എന്നാണ് ചോദ്യം. വഫിൽ മജ്മൂഇ, മജ്മൂഇലുണ്ട്. അൻ ഷെയ്ഖ് നസ്ർ, ഷെയ്ഖ് നസ്ർ റഹിമഹുല്ല എന്നവരിൽ നിന്ന് മജ്മൂഇൽ കാണാം. മജ്മൂ ആരുടേതാണ്? ടെക്സ്റ്റ് ചെയ്തോളൂ, ഞാൻ അതിനിടയിൽ വിഷയം ഓതുകയാണ്. വഫിൽ മജ്മൂഇ അൻ ഷെയ്ഖ് നസ്ർ, ഷെയ്ഖ് നസ്ർ എന്നവരിൽ നിന്ന് മജ്മൂഇൽ ഉണ്ട്. എന്താണുള്ളത്? ഓക്കെ, അബ്ദുല്ലാ തുനൂറേവ് തന്നെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. നവവി ഇമാമിന്റേതാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലയുടേതാണ് മജ്മൂ എന്ന ഗ്രന്ഥം. സാന്ദർഭികമായി ചോദിക്കാണ്, ഈ നവവി ഇമാമിന്റെ പേരെന്താണ്? നവവി ഇമാം എന്ന് പറഞ്ഞ വല്ലാതെ നമ്മുടെ ഇതിലൊക്കെ കടന്നു വരുന്ന ഒരു ഇമാമാണ്. ആ മഹാനുഭാവന്റെ പേരെന്താണ്? ഇമാം നവവി റഹിമഹുല്ല എന്ന മഹാന്റെ പേര്. രണ്ടാം ഷാഫി എന്നുള്ള പേരല്ലോ, അത് സ്ഥാനപ്പേരല്ലേ? ഓക്കെ, KKT എന്ന സഹോദരൻ ഉസ്താദാണോ സംശയമുണ്ട്. ഏതായാലും യഹ്യ എന്ന് തിരിച്ചത് യഹിയ, ബഹുമാനപ്പെട്ടവരുടെ പേര് യഹ്യ എന്നാണ്. യഹിയ എന്നാണ് ബഹുമാനപ്പെട്ട നബിമാമിന്റെ പേര്. മുഹയ്യുദ്ദീൻ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടത്. ഏതായാലും അദ്ദേഹത്തിന്റെ നാടിലേക്ക് ചേർത്തിട്ടാണ് നവവി എന്ന് പറയുന്നത്. നവ എന്ന നാടിലേക്ക് ചേർത്തിട്ടാണ് നവവി എന്ന പേര് ലഭിച്ചത്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് എന്നൊക്കെ പറയുന്നത് പോലെ നവവി ഇമാം എന്ന് പറഞ്ഞാൽ നവ എന്ന നാട്ടിലേക്ക് ചേർത്തിട്ട് പറയുന്ന പേരാണ്. പഴയകാലത്തേ ഉള്ള പതിവാണ് ആളുകളുടെ പേര് നാടുകളിലേക്ക് ചേർത്തു വരിക എന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണവും കൂടിയാണ് അല്ലെ? ഓക്കെ, ചെറുശ്ശേരി ഉസ്താദിനെ പോലെ അല്ല, ചെറുശ്ശേരി ഉസ്താദിനെ പോലെയല്ല. ജസീൽ കേസിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ചെറുശ്ശേരി ഉസ്താദിന്റെ നാടിന്റെ പേരിൽ അറിയപ്പെടാറില്ല. ചെറുശ്ശേരി ഉസ്താദിന്റെ കുടുംബത്തിന്റെ പേരിലാണ്. ചെറുശ്ശേരി എന്നുള്ള കുടുംബ പേരാണ്. സി സൈനുദ്ദീൻ മുസ്ലിയാരാണ് ചെറുശ്ശേരി അല്ലെ?
ചെറുശ്ശേരി എന്നുള്ള നാടല്ലല്ലോ, ബഹുമാനപ്പെട്ടവരുടെ നാട് കൊണ്ടോട്ടിയല്ലേ. അവർ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ എന്ന് പറഞ്ഞത് തിരുത്തണമെന്ന് ജസീൽ കേസി എന്ന സഹോദരനോട് അറിയിക്കാം. ക്ലാസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ നാട്ടിക ഉസ്താദ്, അതെ നാട്ടിക ഉസ്താദ് ഓക്കെയാണ്. പക്ഷെ നാട്ടിക ഉസ്താദിന്റെ നാടല്ല നാട്ടിക, നാട്ടിക ഉസ്താദ് ദർസ് നടത്തിയ സ്ഥലമാണ് നാട്ടിക എന്നുകൂടി സാന്ദർഭികമായി അറിയിക്കാം. അമ്പലക്കടവ് ഫൈസി, അതെ അമ്പലക്കടവ് ഉസ്താദ് ഓക്കെ, അമ്പലക്കടവ് ഫൈസി ഓക്കെയാണ്. അങ്ങനെ പല ഉസ്താദുമാരുണ്ട് അല്ലേ. മേലാറ്റൂരാണ് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് നാട്, ഓക്കെ ശരിയാണ്. കാളമ്പാടി ഉസ്താദ് ഓക്കെയാണ് അല്ലെ, പൂക്കോട്ടൂർ അതും ഓക്കെയാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്, അതായത് വിടാം. പാണമ്പള്ളി ഉസ്താദ് ഓക്കെ, അവരൊക്കെ ഓക്കെയാണ്. വിട്ടാ വിഷയം തൽക്കാലം വിടാം. അത്തരം വിഷയങ്ങളെല്ലാം നല്ല ഐക്യം കണ്ടതിന് ഇറങ്ങുന്നുണ്ടല്ലോ അല്ലേ. അത്തരം വിഷയങ്ങളിലേക്ക് എല്ലാവർക്കും നല്ല പിടുത്താ. ഫിൽ മജ്മൂഇ അൻ ഷെയ്ഖ് നസർ, ഷെയ്ഖ് നസർ എന്നവരിൽ നിന്ന് മജ്മൂഇലുണ്ട് എന്താ ഉള്ളത് അൽ അഫ്വു അൻ ബൗലി ബഖരി ദിയാസത്തി അലൽ ഹബ്ബി, ധാന്യത്തിന്മേൽ മതി ഉസ്താദ് വീണ്ടും DC ആയി. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ DC ആണ്. പെട്ടെന്ന് DC ആകുന്നുണ്ടല്ലോ. പിന്നെ എവിടുന്ന ഞാൻ അവസാനം വായിച്ചത് ഓർമ്മയുണ്ടോ? അൽ അഫ്വു എന്ന് വായിച്ച ഭാഗം കേട്ടിരുന്നോ? വഫിൽ മജ്മൂഇ അൻ ഷെയ്ഖ് നസർ അൽ അഫ്വു എന്ന് വായിച്ച ഭാഗം കേട്ടിരുന്നോ? ഓക്കെ, എന്നാ കുഴപ്പമില്ല. അൽ അഫ്വു അൻ ബൗലി ബഖരി ദിയാസത്തി, മെതിക്കൻ അലൽ ഹബ്ബി, ധാന്യത്തിന്മേൽ മെതിക്കുന്ന കാളയുടെ മൂത്രത്തിന് തൊട്ട് അഫ്വുണ്ട്. കാളയുടെ മൂത്രം നജസാണ്, പക്ഷെ മെതിക്കുന്ന സന്ദർഭത്തിൽ കാളക്കറിയില്ല ഇത് ധാന്യമാണ്, ഇത് ആളുകൾ തിന്നാനുള്ളതാണ് എന്നൊന്നും അതിനറിയില്ല. അത് മൂത്രമൊഴിക്കും. എന്നാലും മൂത്രമൊഴിച്ചാൽ ആ മൂത്രത്തിന് തൊട്ട് അഫ്വുണ്ടെന്ന്, വിട്ടുവീഴ്ചയുണ്ടെന്ന് ഷെയ്ഖ് നസർ എന്നവരിൽ നിന്ന് ബഹുമാനപ്പെട്ട നവവി ഇമാം, അതെ ഗോമൂത്രം ഓക്കെ, ധാന്യത്തിന് മേൽ അഫ്വുണ്ട്, അതെ ഗോമൂത്രം അഫ്വുണ്ട്. കാളയുടെ വേറെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും മൂത്രം ഗോകൾ കയറിയിട്ട് മൂത്രമൊഴിച്ചാലല്ല, മെതിക്കുന്ന സന്ദർഭത്തിൽ. കാരണം മെതിക്കുക എന്നൊരാവശ്യമുള്ള കാര്യമാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ജന്തുക്കളും അവരാണ് അല്ലെ. അതുകൊണ്ടാണ് എല്ലാം ഗോമൂത്രവും അഫ്വുണ്ടെന്ന് പറയരുത്. അനിൽ ജുവൈനി, എന്നാൽ ജുവൈനി ഇമാമിൽ നിന്ന് മജ്മൂഇലുണ്ട് തസ്ദീദു നക്കീരി അലൽ ബഹ്സി അൻഹു വ തത്ഹീരിഹി, അതിനെ തൊട്ട് ചർച്ച ചെയ്തതിന്മേൽ ശക്തമായ ആക്ഷേപമുണ്ട്. അൻ തത്ഹീരിഹി, അത് ശുദ്ധീകരിക്കുന്നതിന്മേലും. ബഹുമാനപ്പെട്ട ഇമാം ജുവൈനിയിൽ നിന്നുമുണ്ട് തസ്ദീദു നക്കീരി, ശക്തമായ ചെയ്തതിന്മേലും തത്ഹീരിഹി, അതിനെ ശുദ്ധീകരിക്കുന്നതിന്മേലും ശക്തമായ ആരോപമുണ്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജുവൈനി ഇമാമ് അങ്ങനെ അത് ചർച്ച ചെയ്തത് ശുദ്ധിയാക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഷെയ്ഖ് നസർ എന്നവരെ തൊട്ട് കാണുന്നത് അതിന് അഫ്വുണ്ട് എന്നാണ്. അപ്പൊ ധാന്യങ്ങൾ കഴുകേണ്ടി വരും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ DC ആയിപ്പോയി. ഉസ്താദെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് പോയി. ഉസ്താദ് വീണ്ടും DC ആയി. ഇന്ന് നമുക്ക് ക്ലാസ് നല്ല ക്ലാസ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര കട്ട് എന്താണെന്നറിയില്ല. ഇന്നലെ നല്ല ഉഷാറായിട്ട് നമുക്ക് ക്ലാസ് ലഭിച്ചു. ഇന്ന് വളരെയധികം മോശമായി. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിലായി പോയിട്ടുണ്ട് ഉസ്താദ്. എന്താണെന്നറിയില്ല. ഏതായാലും സഹോദരന്മാരെ, നമ്മുടെ പരിശുദ്ധമായ ഫത്ഹുൽ മുഈൻ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമസ്കാരത്തിന്റെ ഷർത്തായ രണ്ടാമത്തെ ഷർത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് DC ആണ്. ഏതായാലും ഉടനെ തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിൽ നമുക്ക് ഉസ്താദുകൾ തിരിച്ചു വരും. ഇന്ന് ഉസ്താദിന് ബൗൺസ് ആൻഡ് ബൗൺസിന്റെ പ്രശ്നവും കട്ടും കൂടി ആയേക്കുമോ നെറ്റ് വളരെ സ്ലോ ആണ്. ഇൻഷാ അല്ലാഹ് വരുമെന്ന് പ്രതീക്ഷിക്കാം. റേഡിയോ വഴി കേൾക്കുന്ന സഹോദരന്മാരെ ഉണർത്തുകയാണ്. ഉസ്താദ് അവர்கள் DC ആണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ ഉസ്താദ് നമ്മളിലേക്ക് തിരിച്ചു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റേഡിയോ വഴിയും അതുപോലെ തന്നെ ഈ ക്ലാസ് റൂം ബൈലക്സ് റൂം വഴിയും കേൾക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും ഈ കൂട്ടായ്മ സ്വീകരിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട രൂപത്തിൽ സ്വീകരിച്ച് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം നാഫിയായ ഇൽമിനെ തേടുന്ന മുത്തഖിങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മിലേക്ക് തിരിച്ചു എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നല്ല ഒരു ക്ലാസ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫത്ഹുൽ മുഈൻ ദർസ് എന്നൊക്കെ മുമ്പ് കാലത്തൊക്കെ ഒരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞാൽ ഫത്ഹുൽ മുഈൻ എന്ന് ഓതിയ മൗലിയാരെന്ന് പറഞ്ഞാൽ അവർ ഗ്രേഡുള്ള അക്കാലത്തിൽ വളരെയധികം പഠിപ്പുള്ള ഒരു നിലക്കൊക്കെ കാണുന്ന ഒരു കിതാബാണ് ഫത്ഹുൽ മുഈൻ. കർമ്മശാസ്ത്രത്തിൽ വളരെയധികം അമോഹാകം നേടിയ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അവരുകളാണ് ഈ ക്ലാസ് നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വളരെയധികം അറിയപ്പെടുന്ന നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട KP മുഹമ്മദ് അലി ദാരിമി ഉസ്താദ് അവരുകളാണ് നമുക്ക് ഈ ഫത്ഹുൽ മുഈൻ ക്ലാസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദ് അവർക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദ് ഓൺലൈനിലായിരുന്നു, പക്ഷേ റൈസാൻ ഇതുവരെ വന്നിട്ടില്ലടാ. ഓൺലൈനിലായിട്ടില്ല ഉസ്താദാണ്. ഏതായാലും ഉസ്താദ് ഓൺലൈനിലായിട്ടില്ല. ബൗൺസ് ആൻഡ് ബൗൺസ് എല്ലാം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ നെറ്റിന് പ്രോബ്ലം ഉള്ളത് കൊണ്ടും ആയിരിക്കാം. നമുക്കറിയാമല്ലോ നാട്ടിലെ നെറ്റൊക്കെ ആയതുകൊണ്ട്. പക്ഷെ നന്ദിയിലൊന്നും നെറ്റൊരു മോശമായിട്ട് ഒരു കാര്യമില്ല. കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിറ്റി തന്നെ നന്ദി ഭാഗമായിട്ടുണ്ട്. പുരോഗതിയൊക്കെ ഉണ്ടവിടെ. അപ്പൊ അതുകൊണ്ട് നെറ്റൊക്കെ നല്ല 3G നെറ്റൊക്കെ ഉണ്ടവിടെ. അപ്പൊ അതൊരു ചിലപ്പോൾ ഉസ്താദ് എടുത്ത നെറ്റ് ഏതാന്ന് എനിക്കറിയില്ല. അല്ലാതെ മൊത്തത്തിലൊരു നല്ല നെറ്റ്വർക്കെല്ലാം ഉണ്ടാവേണ്ട രീതിയിലാണ് നമ്മുടെ നന്ദി ദാറുസ്സലാം നിലനിൽക്കുന്നത്. കോഴിക്കോടിന്റെയും വടകരയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് നന്ദി.
നമ്മുടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി തങ്ങളൊക്കെ ദർശനം നടത്തിയ ഒരു മഹത്തായ കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ കോളേജാണ്. വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അവസാനം പറഞ്ഞ ഭാഗം കേട്ടിട്ടുണ്ടാവില്ല. അതായത് കാള മെതിക്കുന്ന സന്ദർഭത്തിൽ മൂത്രമൊഴിച്ചാൽ ആ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ധാന്യമണികൾ കഴുകേണ്ടതൊന്നുമില്ല, അഫ്വ് ഉണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ശൈഖ് നസ്ർ എന്നവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടത്. എന്നാൽ അനിൽ ജുവൈനി ഇമാമിൽ നിന്ന് ഉദ്ധരിച്ചു തസ്ദീദു നക്കീരി, ശക്തമായ ആക്ഷേപം, അലൽ ബഹ്സി അൻഹു, ആ ധാന്യത്തിന്മേൽ പശു മരിച്ച മൂത്രത്തിന് തൊട്ട് ചർച്ച ചെയ്തതിന്മേലും തത്ഹീരിഹി, അത് ശുദ്ധീകരിക്കണമെന്നതിന്മേലുമുള്ള ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞതിനെ കുറിച്ച് ശക്തമായി ആരോപണം ഉന്നയിച്ചു, ശക്തമായി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ഇമാം ജുവൈനിയും പറയുന്നത് അങ്ങനെ പശു മൂത്രമൊഴിച്ചാൽ, കാള മൂത്രമൊഴിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ ശുദ്ധീകരിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് എന്നതിനെ രൂക്ഷമായി വിമർശനം നടത്തി. അതാണ് തസ്ദീദുൻ നക്കീർ, രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട് എന്ന്. അപ്പൊ വിഷയം തൽക്കാലം, കാരണം എന്ന് പറഞ്ഞാല് മൂത്രം നജസാണെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ധാന്യമണികളിൽ മൂത്രമൊഴിച്ചാൽ അത് നജസാകുമല്ലോ. അപ്പോൾ അഫ്വ് ഉണ്ട് എന്ന് മജ്മൂയിലുണ്ട്, എന്നാൽ അഫ്വ് ഉണ്ട് എന്ന് ചർച്ച പോലും ചെയ്യേണ്ടതില്ല, എന്തായാലും അഫ്വുള്ള വിഷയമാണ് എന്ന് ജുവൈനി ഇമാമും പറഞ്ഞിട്ടുണ്ട്. ജുവൈനി ഇമാം വളരെ പ്രധാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലയുടെ ഉസ്താദ് വളരെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഇമാം ജുവൈനി റഹിമഹുല്ല. ഏതായാലും അവരൊക്കെയും ഈ വിഷയം അങ്ങനെ തന്നെ പറഞ്ഞവരാണ് എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് സമയം 6:29 നാട്ടിൽ മഗ്രിബ് നമസ്കാരം 6:45, ബാങ്കിന് ഏകദേശം 45 കൊടുക്കും. അപ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആവേണ്ടതുണ്ട്. തൽക്കാലം ഇന്ന് നിർത്താം. ഒരുപാട് സമയം നമ്മൾ വേസ്റ്റായി പോയി, എല്ലാവരും ക്ഷമിക്കുക. കാരണം നാട്ടിലെ നെറ്റാണെന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായാൽ മതി. കാരണം നമ്മളൊക്കെ നാട്ടുകാരാണല്ലോ. അതുകൊണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ കയറിയപ്പോ എനിക്ക് മൈക്ക് കിട്ടിയില്ല. അബ്ദുള്ള തൊണ്ണൂർ എഴുപത് സാഹിബ് വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണെന്നൊക്കെ സാധുവാ എന്നെ കുറിച്ച് പറഞ്ഞു കേട്ടു. സത്യം പറഞ്ഞാൽ വളരെ ദുർബലനായ ഒരു മുസ്ലിയാർ, പക്ഷെ എന്തോ വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ട് ഇത്തരം ധൈര്യത്തോടെ മറ്റുള്ള ആലിമ്യങ്ങൾക്ക് മുന്നിലൊക്കെ ഇവിടെ മുന്നോട്ട് വന്ന് ക്ലാസ് എടുക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ള ഒരു എന്തോ ഒരു തെറ്റാ, അല്ലെങ്കിൽ ഒരു വലിയൊരു ദൗത്യം രണ്ടും കൽപ്പിച്ചുള്ള ഒരു ഇറക്കം ഇറങ്ങിയെന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ക്ഷമിക്കണം. വലിയ ആളുകളൊന്നല്ല, പ്രത്യേകിച്ച് അതുപോലെ തന്നെ നന്ദി ദാറുസ്സലാമിന്റെ ഉസ്താദൊന്നല്ല. നന്ദി ദാറുസ്സലാമിന്റെ കീഴിൽ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 8 വർഷം, അതായത് 6 വർഷം ദാറുസ്സലാം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും പിന്നീട് 2 വർഷം മെയിൻ കോളേജിലും പഠിച്ചിട്ടാണ്. പൊതുവെ പഴയകാലത്ത് ദാരിമിയാവാൻ കുട്ടികൾ വരുന്നത് പോലെ അപ്പുറത്ത് പോയി പഠിക്കും. അങ്ങനെയുള്ള ദാറുസ്സലാം ദഅവ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് എന്റെ ജോലി. ഏതായാലും അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ മുഖേന നമുക്ക് ഇൽമു വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ്, നേരത്തെ പറഞ്ഞ പോലെ അബ്ദുള്ള നൂറേത് പറയുമ്പോൾ മറ്റു പലരും കേൾക്കും, ചിലപ്പോ വലിയ പണ്ഡിതനാണ്, ഈ പണ്ഡിതനാണോ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ തോന്നിപ്പോകും. കാരണം വലിയൊരു പ്രയാസമാണ്. അതുകൊണ്ട് സാധാരണക്കാരെ നിങ്ങളെ പോലുള്ള ഒരു സുഹൃത്ത് ക്ലാസ് എടുക്കുന്നു, നമ്മൾ പരസ്പരം പഠിക്കുക എന്നതാണ് ലക്ഷ്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നന്ദി ദാറുസ്സലാമിൽ തന്നെയാണ് ദഅവ കോളേജ് വരുന്നത്. അത് കൂടുതൽ ദൂരത്തൊന്നല്ല, ദാറുസ്സലാമിന്റെ നേരിപ്പുറത്ത് തന്നെയാണ് ദഅവ കോളേജും. ഒരു പള്ളിയിൽ തന്നെയാണ് മുത്തവലും എല്ലാ വിദ്യാർത്ഥികളും നമസ്കാരത്തിനൊക്കെ ഉണ്ടാവുക. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്, സമയം വൈകിയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം അവന്റെ ത്വാഅത്തിലായി ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ.